സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കഴിഞ്ഞ മാസം 11-ാം തീയതി അതിരാവിലെ 4 മണിക്ക് ഏതാണ്ട് 500ഓളം പോലീസുകാർ ബിഷപ്പ് ഹൗസിനകത്തേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് ആ ബിഷപ്പ് ഹൗസിന് പുറത്തുണ്ട്. ഏറ്റവും ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്ന ഏതാനും പോലീസുകാർ നേരെ ഞങ്ങളുടെ അടുക്കലേക്കാണ് വന്നത്. ഞങ്ങളോട് പറഞ്ഞു, ഇരിക്കട അവിടെ. അങ്ങനെ റോഡിന്റെ നടുവിൽ കുത്തിയിരുത്തി ഒരു 10-25 പോലീസുകാരെ ചുറ്റിനും നിർത്തി. എന്നിട്ട് ഞങ്ങളുടെ കയ്യിലെ ഫോണുകളൊക്കെ വലിച്ചു വാങ്ങിയെടുത്തു. അതിനുശേഷമാണ് ഒരു 10-400 പോലീസുകാർ വീണ്ടും മാർച്ച് ചെയ്ത് ആ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തുന്നത്. അത് എത്തുന്നത് ബിഷപ്പ് ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു പോലീസ് ക്യാമ്പ് കാണാം. പണ്ടൊരു പരേഡ് ഗ്രൗണ്ടായിരുന്നു, പോലീസ് ക്യാമ്പ് കാണാം. ആ പോലീസ് ക്യാമ്പിൽ നിന്നാണ് ഈ പോലീസുകാർ മുഴുവനും ഇറങ്ങി വരുന്നത്. എന്നിട്ട് അതിന്റെ മുന്നിലുണ്ടായിരുന്ന ACP ജയകുമാറും മറ്റൊരു ACPയും ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ SP-യും ചേർന്ന് പോലീസുകാരെ 3 വിഭാഗങ്ങളായി തിരിച്ചുവിട്ട് ഒരു വശത്ത് വഴി ബ്ലോക്ക് ചെയ്തു, മറ്റൊരു വശത്ത് വഴി ബ്ലോക്ക് ചെയ്തു, പിന്നെ കുറെ പേരെ പുറകിലേക്കൊക്കെ വിട്ടു. അങ്ങനെ അവരെ എല്ലാവരെയും വിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കൊള്ള സംഘത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു വലിയൊരു സംഘത്തെ, ഒരു 500 പേരടങ്ങുന്ന ഒരു വലിയൊരു പോലീസ് സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ, ഏതോ കഞ്ചാവ് കൊടുത്തക്കാരെ പിടിക്കാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഏതോ കൊലപാതകികളെ പിടിക്കാൻ പോകുന്നത് പോലെ ഒരു ഓപ്പറേഷൻ. അതിനുശേഷം ഒരു 10-100 പോലീസുകാർ അവിടെ നിന്ന് പുറത്തേക്ക് മാർച്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ അവർ നേരെ പോയത് ബിഷപ്പ് ഹൗസിനകത്തേക്കാണ്. ഞങ്ങൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. ACP ജയകുമാർ ഓടി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, താങ്കളാണ് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നത്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരാണെന്നും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഞാനാണെന്നും താങ്കൾ അപവാദം പറഞ്ഞു വരുത്തുന്നുണ്ട്. താങ്കൾ ഇത് കണ്ടോളൂ. ഇപ്പോൾ അകത്തേക്ക് മാർച്ച് ചെയ്തു പോയി പോലീസ് സംഘം ഉണ്ടല്ലോ, ആ പോലീസ് സംഘത്തിന് നേതൃത്വം കൊടുത്തത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ SP ആണ്, ഞാനല്ല. ഞാനിവിടെ പുറത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ SP-ക്ക് നിർദ്ദേശം കിട്ടിയത് അങ്ങ് തിരുവനന്തപുരത്ത് സർക്കാരിൽ നിന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാർ നിങ്ങളോടൊപ്പമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നിവിടെ നടക്കുന്ന പോലീസ് ഓപ്പറേഷൻ സർക്കാരിന്റെ നയപരിപാടിയാണെന്ന് എറണാകുളത്തെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ACP ജയകുമാർ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സർക്കാരിലെ മുതിർന്ന ആളുകളോട്, ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുകയാ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനവും വൈദികരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി പറയൂ, നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരാണെന്ന്. മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം. അന്ന് ആ പ്രിയപ്പെട്ട പോലീസുകാർ ഒരു കാര്യം ഓർക്കണമായിരുന്നു. നിങ്ങൾ പറയണം, ബിഷപ്പ് ഹൗസിന്റെ നേരെ എതിർവശത്തുള്ള പോലീസ് ക്യാമ്പ് ഉണ്ടല്ലോ, അത് എറണാകുളം അങ്കമാലി അതിരൂപത ദാനം കൊടുത്തതാ. നമ്മൾ ദാനം കൊടുത്ത ഭൂമിയിൽ നിന്നാണ് നമ്മളെ നിഗ്രഹിക്കാൻ വേണ്ടി ഈ സംഘത്തെ മുഴുവൻ അവർ തുറന്നു വിട്ടതെന്ന് ഓർക്കണം കേട്ടോ. അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അന്ന് അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും ഞങ്ങൾ സംസാരിച്ചിടത്തെല്ലാം ഞങ്ങൾ സംസാരിച്ചു, ഈ സർക്കാർ വ്യക്തമാക്കണം, എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരെ കയ്യും കാലും തൂക്കിയെടുത്ത് ചത്ത പട്ടിയെ പോലെ വലിച്ചെറിച്ചു കൊണ്ടുപോകാൻ നിങ്ങളുടെ സർക്കാരിന്റെ നയം അങ്ങനെയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ
2 ദിവസം. ആദ്യത്തെ ദിവസം ഈ വൈദികരെ അവര് ഇതുപോലെ ചവിട്ടി പുറത്താക്കി. അന്ന് എറണാകുളത്ത് ദൈവജനത്തിന്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. 500 അല്ല, 1000 അല്ല, 10,000 പോലീസുകാർ അണിനിരന്നാലും ആ ബിഷപ്പ് ഹൗസ് എറണാകുളം ദൈവജനത്തിന്റെ സ്വന്തമാണെങ്കിൽ അതിന്റെ ഗേറ്റ് ചവിട്ടി പൊളിച്ചാണെങ്കിലും നമ്മൾ അകത്ത് കയറുമെന്ന് അന്നെടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം 21 വൈദികരെയും ബിഷപ്പ് ഹൗസിനകത്തുള്ള മുറ്റത്തിരുത്തി വലിയ സമ്മേളനങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറായിരുന്നു. നമ്മളത് ചെയ്തു. അന്നവർക്ക് മനസ്സിലായി ഈ ദൈവജനം അത്ര നിസാരക്കാരല്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അന്നത് ചെയ്യാൻ നമുക്ക് പ്രാപ്തരായത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് അവിടെ പ്രസംഗിച്ചവർ മുഴുവൻ, വന്ന് സംസാരിച്ച മുഴുവൻ വൈദികരും ഈ ACP ജയകുമാർ അടക്കമുള്ള സകല പോലീസുകാരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പോലീസുകാർ ചെയ്ത അട്രോസിറ്റിയെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം കഴിഞ്ഞു പോയി കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയാ, ഷൈജു ആന്റണി അല്ലേ? ഞാൻ പറഞ്ഞ അതെ. ഞാൻ ചോദിച്ചു, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. ഞാൻ ചോദിച്ചു, എന്താണത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ കേരള പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പക്ഷെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: നിങ്ങളും വൈദികരും എല്ലാവരും നാട് മുഴുവൻ ഓടി നടന്ന് മുഴുവൻ പോലീസുകാരെയും വല്ലാതെ ശപിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പോലീസുകാർക്ക് വല്ലാത്ത ഭയമുണ്ട്. അവർ നിങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു എന്ന മട്ടിൽ നിങ്ങൾ വല്ലാതെ ശപിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഞാൻ ചോദിച്ച, എന്താണ് ഓർക്കേണ്ടത്? ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം എന്നോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം അറിയണം. നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു വൈദികന്റെ, രാജൻ എന്ന പേരുള്ള ഒരു വൈദികന്റെ വസ്ത്രം വലിച്ചു കീറിയ ഒരു പോലീസുകാരനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ ശപിച്ച് സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞു, സംസാരിച്ചു, ഇനിയും സംസാരിക്കും. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം അറിയണം, ആ പോലീസുകാരന് ഈ അച്ഛന്റെ പേരറിയില്ല, ഈ അച്ഛനെ ഇതിനു മുമ്പ് പരിചയമില്ല, ഈ അച്ഛനോട് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല പോലീസുകാരന്. ഈ അച്ഛനും ഈ പോലീസുകാരനെ പരിചയമില്ല, വ്യക്തിപരമായി വിരോധമില്ല. എന്നിട്ടും ആ പോലീസുകാരൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ ആലോചിച്ചോ? ഞാൻ പറഞ്ഞു, അത് ആലോചിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഈ 21 പോലീസുകാരിൽ 2 പോലീസുകാരെ പ്രത്യേകമായി തച്ച് ചതയ്ക്കണമെന്ന് നിങ്ങളുടെ മത നേതൃത്വം മൗണ്ട് സെന്റ് തോമസിൽ ഇരിക്കുന്ന നിങ്ങളുടെ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിരുന്നു. ആ രാജലക്ഷനെ അങ്ങോട്ട് കൊണ്ടുപോയ സ്ഥലത്തേക്കല്ല മറ്റു വൈദികരെ കൊണ്ടുപോയത്. ഈ 2 വൈദികരെ നോട്ടമിട്ട് ഈ പോലീസുകാരകത്ത് ചെന്നപ്പോ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ പോയ യൂദാസിന്റെ അവസ്ഥയില് അവിടെയുള്ള പടയാളികൾക്കാർക്കും ക്രിസ്തുവാരെന്ന് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പോലീസുകാരകത്ത് ചെന്നപ്പോ ഈ വൈദികരാരാണ്, രാജൻ പുന്നയ്ക്കൽ എന്ന് അവർക്ക് അറിയില്ല.
അതാണ് എന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ അവസ്ഥയെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇതിനകത്ത് കുറെ തീ പിടിച്ച മനുഷ്യരും തീ പിടിപ്പിക്കുന്ന കുറെ മനുഷ്യരുമുണ്ട്. അവരുടെ മുമ്പിൽ ഈ കൂരിയ അടിയറവ് പറയുക തന്നെ ചെയ്യും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിയമവിധേയമായി അനുവദിച്ചു തരാതെ ഈ കൂരിയക്കോ ഈ ഭരണ സംവിധാനത്തിനോ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ ചെറുത്തിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കുക. പോലീസുകാർ നേരത്തെ ജോയിസ് അച്ഛൻ പറഞ്ഞു, പോലീസുകാരുടെ നടപടി തുടങ്ങി. ആ നടപടി ഒരു സിവിൽ കേസിന്റെ പുറത്താണ്. എന്താണ് സിവിൽ കേസ്? ഒരപ്പൻ തന്റെ മക്കളെ വേറെ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് അയച്ചു. ആ ജോലിക്ക് അയച്ച മക്കളൊക്കെ കൂടി തിരിച്ചു വീട്ടിൽ വന്നിട്ട് പറയാണ്, എനിക്ക് അപ്പനെ കാണണം. അപ്പനെ കാണണ്ട എന്ന അപ്പനെ കാണാൻ വയ്യ എന്ന അപ്പൻ ഈ മക്കളെ പിടിച്ച് പുറത്താക്കണമെന്ന് അപ്പനൊരു കടലാസ് എഴുതി ഒപ്പിട്ട് കൊടുത്തു പോലും. ആ കടലാസ് നടപ്പാക്കാനാണ് പോലീസുകാർ വന്നത്. അത് നടപ്പാക്കണമെങ്കിൽ അതൊരു സിവിൽ കേസാണ്. അത്തരം ഒരു സിവിൽ കേസ് കൈകാര്യം ചെയ്യാൻ പോലീസിന് അധികാരമില്ല. അതിന് കോടതിയുടെ ഒരു ഉത്തരവാണ് വേണ്ടത്. ഇവിടെ രാജനച്ഛൻ അടക്കം അന്നുണ്ടായിരുന്ന അച്ഛന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് വന്നപ്പോ ഈ പോലീസുകാരോട് അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു കോടതി ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ കയ്യിൽ കോടതി ഉത്തരവുണ്ടായിരുന്നില്ല കേട്ടോ. പോലീസുകാരെടുത്ത് പൊക്കി കാണിച്ചത് പാലക്കാപ്പള്ളി അച്ഛന്റെ ഒരു പരാതിയാണ്. പാലക്കാപ്പള്ളി അച്ഛന്റെ പരാതി നടപ്പാക്കണമെങ്കിൽ ഈ പോലീസുകാര് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരായിരിക്കണം. കേരള സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന പോലീസുകാർക്ക് അത് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് മാത്രം നമ്മൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കണം. ഈ എറണാകുളം
പാടുള്ളൂ എന്ന് മാത്രം നിങ്ങളെ